Hello friends, എല്ലാവർക്കും മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കോക്കനട്ട് ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ കോക്കനട്ട് ക്രാഫ്റ്റ് ഐഡിയ ആയിട്ട് വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നത്. ഇന്നൊരു കിഡിലിനായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കോക്കനട്ട് ക്രാഫ്റ്റ് ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സിനെ ഒത്തിരി വാച്ച് ടൈമൊക്കെ നമുക്ക് കിട്ടിയത് നമ്മുടെ കോക്കനട്ട് ക്രാഫ്റ്റ് ഐഡിയാസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളൊരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്ത ഒരു ക്രീച്ചറിനെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ചിരട്ട എടുത്തിട്ട് മൊത്തം നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് സാൻഡ് പേപ്പർ ഇട്ട് ക്ലിയർ ചെയ്താലാണ് കിഡിലിനായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ 2 ചിരട്ടയും സാൻഡ് പേപ്പർ ഇട്ട് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ 2 ചിരട്ടയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതിന്. അപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലേ, അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ. പതുക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് സംഭവമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് 2 ചിരട്ടകളാണ്. 2 ചിരട്ടയും സാൻഡ് പേപ്പർ ഇട്ട് ക്ലിയർ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കളറായിട്ട് കൊടുക്കുന്നത് ബ്ലൂ കളറാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ്, ഈ 2 കളർ ഉപയോഗിച്ചാണ് നമ്മളിത് പെയിൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഈ 2 കളറുള്ള ഏതെങ്കിലും ക്രീച്ചർ നിങ്ങൾക്ക് ഗസ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഞാനിപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഒരു ജാപ്പനീസാണ് ഈ ഒരു എന്താ പറയുക ഒരു ഫിക്ഷണൽ ക്യാരക്ടർ, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഈ എല്ലാ ദിവസവും ഈ ഒരു പരിപാടി കാണുമായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഓർക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഡോറിമോനെയാണ്. അപ്പോൾ ഞാനത് സർപ്രൈസായിട്ട് വെക്കുന്നില്ല, അത് ഞാൻ റിവീൽ ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഡോറിമോനെയാണ് കോക്കനട്ട് ക്രാഫ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ബ്ലൂ കളറാണ് ഇപ്പോൾ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ഡോറിമോൻ്റെ ഒരു പിക്ചർ നിങ്ങൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ആ റെഫറൻസ് ഇട്ട് നിങ്ങൾക്ക് വരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വരച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന പിക്ചറിൻ്റെ ഒരു ബേസിലാണ് ഞാനിപ്പോൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യത്തെ ഒരു ചിരട്ടയുടെ പോർഷൻ എന്ന് പറയുന്നത് ഒരു അബ്ഡോമിനൽ പോർഷൻ എന്താ പറയുക, അല്ലെങ്കിൽ ഒരു രണ്ടാമത്തെ ആ ഒരു ചിരട്ട ഒരു ഇപ്പോൾ അടിച്ചു വെച്ചിരുന്ന ചിരട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അബ്ഡോമിനൽ പോർഷനാണ്. അപ്പോൾ അതിൻ്റെ പകുതി നമ്മുടെ ബ്ലൂ കളർ അടിച്ചു വെച്ചിട്ടുണ്ട്. മറ്റേ ചിരട്ടയിൽ നമ്മൾ ഫുള്ളായിട്ട് ബ്ലൂ കളർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആക്രിലിക് പെയിൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണെങ്കിൽ കുറച്ച് കാലം നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആക്രിലിക് കളർ ചെയ്യുന്നത്. ഡോറിമോൻ്റെ കളർ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ആ കളറിനനുസരിച്ച് വേണം നിങ്ങൾ പെയിൻറ്റ് മിക്സ് ചെയ്ത് കളറാക്കി എടുക്കാനായിട്ട്. ബ്ലൂ കളറാണ്, അപ്പോൾ ഒരു ലൈറ്റ് ഒരു സൈസ് ഷെയ്ഡാണ് നമ്മുടെ ഡോറിമോൻ്റെ. അപ്പോൾ നമ്മളതിനായിട്ട് നമ്മൾ ബ്ലൂ കളർ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനായിട്ട് പോകുന്നു അതിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് വരച്ച് കൊടുക്കുകയാണ്. അതിനായിട്ട് വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോഴേ ഇതിന് മുമ്പത്തെ നമ്മുടെ വീഡിയോസ് കാണാത്ത ആരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറി കാണാൻ മറക്കണ്ട. ഒത്തിരി അധികം കിഡിലൻ ചിരട്ട ക്രാഫ്റ്റ് നമ്മുടെ ചാനലിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. വളരെ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിരുന്നു പറ്റുന്ന കിഡിലൻ ചിരട്ട ക്രാഫ്റ്റുകൾ നമ്മുടെ ചാനലിൽ മുമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ കയറി നോക്കുക, അല്ലെങ്കിൽ ഞാൻ പ്ലേലിസ്റ്റായിട്ട് നമ്മുടെ ചാനൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുമല്ലെങ്കിൽ ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാട്ടോ. നിങ്ങൾക്കപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ ആ വീഡിയോസ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. കിഡിലൻ വീഡിയോസ് ആട്ടോ അത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ആർക്കെങ്കിലും ഞാൻ നെക്സ്റ്റ് ഏത് ക്യാരക്ടറിന് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള ക്യാരക്ടർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ ക്യാരക്ടർ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ട്രൈ പിക്ചർ എനിക്ക് അയച്ചു തരാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഡിനിറ്റ് പിന്നോൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ചെയ്തൊരു ട്രൈ പിക്ചർ നിങ്ങൾ സ്റ്റോറി ആയിട്ട് ഇടുമ്പോൾ എന്നെ കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അറിയാം, പലരും നമുക്കിങ്ങനെ ട്രൈ പിക്ചർ അയച്ച് തരുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് തരുന്നതിൽ. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ ഫുള്ളായിട്ട് അടിച്ചു വെച്ച ആ ഒരു ചിരട്ടയ്ക്ക് നമ്മൾ ഒരു വൈറ്റ് കളറിൻ്റെ എന്താ പറയുക ഫേസ് പോർഷനാണ് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. വൈറ്റ് കളർ ഇപ്പോൾ ബ്ലൂവിന് മേളിൽ അപ്ലൈ ചെയ്തത് കൊണ്ട് കുറച്ച് എന്താ പറയുക ഷെയ്ഡ് കുറവാണ്. അപ്പോൾ നമുക്ക് ഐ തിങ്ക് നമുക്ക് ഇതൊന്നോടെ ചെയ്ത് കൊടുക്കേണ്ടി വരും സെക്കൻഡ് കോട്ടായിട്ട്. അപ്പോളേ നമ്മളിപ്പോൾ ആ ഡോറിമോൻ്റെ ഫേസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ വീഡിയോയ്ക്ക് ഞാൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ലൈക്സ് എന്ന് പറയുന്നത് ഒരു 100 ലൈക്സാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എനിക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന്. നമ്മുടെ ചാനലിൽ നിന്ന് കൂടുതൽ ആളുകളും ആഗ്രഹിക്കുന്ന ഇങ്ങനത്തെ വീഡിയോകളാലോ. അപ്പോൾ നമ്മൾ ഡോറിമോൻ്റെ കണ്ണ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും കുറച്ചും കൂടി ചെയ്ത് കൊടുക്കണമെങ്കിൽ സെക്കൻഡ് കോട്ടായിട്ട് അടിച്ചു കൊടുക്കുകയാണ്. കാരണം ആ ബ്ലൂവിൻ്റെ മേളിൽ നമ്മൾ വൈറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് എന്താ പറയുക ബ്രൈറ്റ്നെസ് കുറവായിരുന്നു. അപ്പോൾ ഒന്നുകൂടി നമ്മൾ വൈറ്റ് അതിന് മേളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നാ ഉണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് പതുക്കെ ഓഫ്ലൈനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കും ഓഫ്ലൈൻ ക്ലാസ് അല്ല കേട്ടോ, ഇപ്പോൾ എനിക്ക് ഓൺലൈൻ ക്ലാസ് ആണുള്ളത്. രാവിലെ 9 മണിക്ക് തുടങ്ങി 5 മണി വരെ ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേണം നമ്മുടെ ഇങ്ങനെ കിടിപിടി പരിപാടിയൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഓഫ്ലൈനിൽ തുടങ്ങുമായിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു ഹോട്ട് ഗ്ലൂ വെച്ച് നമ്മളത് രണ്ടും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിനാവശ്യമായിട്ടുള്ള മൂക്കും കണ്ണും അത് ഇതൊക്കെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ നമ്മുടെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ
ക്ലാസ്സിലേക്കാണ്. അപ്പോൾ ഓഫ്ലൈൻ മോഡിലേക്ക് വൈകാതെ തന്നെ സ്വിച്ച് ചെയ്യുമായിരിക്കും. അപ്പോഴത്തേക്കും എന്തായാലും അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ആയിട്ട് നമ്മുടെ ബ്ലോഗിങ് ചാനൽ കിടലിനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളപ്പോൾ ഈ ചാനൽ കയറി സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ അതും കയറി എന്നെ സപ്പോർട്ട് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. നമ്മുടെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ വ്ലോഗിങ് ചാനലിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു റിബൺ എടുത്ത് അതിൻ്റെ ഒരു കഴുത്തിൻ്റെ പോർഷനിൽ അപ്പോൾ അതൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നിനല്ല, ആ ഒട്ടിച്ചൊരു രണ്ട് ചിരട്ടകൾ തമ്മിൽ ഒട്ടിച്ച് അത് ഫീൽ ചെയ്യാതിരിക്കാനും. പിന്നെ നമ്മുടെ മറ്റേ ഡോറിമോനും ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു മണി പോലത്തെ ഒരു സംഭവം ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൻ്റെ ഒരു വായാണ് നമ്മളിപ്പോൾ വരച്ച് കൊടുക്കുന്നത്. കിടിലിനായിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു സിസ്റ്റം പെന്നാണ്. നിങ്ങൾക്ക് സാധാ ഒരു സ്കെച്ച് പെൻ എടുക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ പെൻസിൽ വെച്ച് വരച്ച് കൊടുത്താലും മതി. അപ്പോൾ ക്ലിയർ ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഒരു പെൻ തന്നെ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മറ്റേ മീശ ഉണ്ടല്ലോ, മീശ കൂടി വരയ്ക്കണം. മീശയല്ല, കൊമ്പെന്നല്ലേ ഇതിന് പറയുന്നത്. ഈ എന്താ പറയുക, പൂച്ചക്കൊക്കെ കാണുന്ന പോലെ ആ സംഭവം എന്തായാലും നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം ഇനിയിപ്പോൾ നമുക്കതിന് ചെയ്ത് കൊടുക്കാനുള്ള എല്ലാം നമ്മളൊന്ന് ഒരു കറുത്ത പെൻ വെച്ച് അല്ലെങ്കിൽ ബ്ലാക്ക് പെൻ വെച്ച് നമ്മളെല്ലാം ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ കുറച്ച് സെറ്റപ്പായിട്ട് തോന്നാനായിട്ടോ. ഇപ്പം നമ്മൾ ചെയ്യുന്നത് അവൻ്റെ കൈയും കാലും വരച്ചെടുക്കുകയാണ്. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. നമ്മുടെ ഡോറിമോൻ അങ്ങനെ ഏകദേശം തീരാറായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. നമ്മളങ്ങനെ കൈയും കാലും വരച്ച് കൊടുക്കുകയാണ്. ഡോറിമോൻ്റെ കൈയും കാലും വരയ്ക്കാൻ വളരെ സിമ്പിളാട്ടോ. വേറെ ഒന്നും ചെയ്യാനില്ല. 2 വര വരയ്ക്കുക, ഒരു വട്ടം വരയ്ക്കുക, അത്രയും പരിപാടിയുള്ളൂ. നമ്മുടെ ഡോറിമോൻ്റെ കൈയും കാലും വളരെ സിമ്പിളായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ എന്താ പറയുക, ആ ഒരു നമ്മുടെ ചെറിയ ക്രാഫ്റ്റിൽ തന്നെ മിക്കി മൗസൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഇച്ചിരി ഒരു കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. ആ വരച്ചെടുത്തതിന് ശേഷം നമ്മൾ പതുക്കെ അത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ കൈകൊണ്ട് ഒരു നേരെ സർക്കിൾ വരയ്ക്കും കേട്ടോ. അപ്പോൾ സർക്കിൾ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കുപ്പിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ ഈ പെയിൻറ്റ് വരുന്ന ആ ഒരു ബോട്ടിലിൻ്റെയോ ക്യാപ്പ് എടുത്ത് അങ്ങ് സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം വരച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോഴേ ഞാനത് മൊത്തം അങ്ങ് പെയിൻറ്റ് ചെയ്തെടുക്കുവാണ്. ഇനിയുള്ള നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ അത് മൊത്തം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ ഡോറിമോനിലേക്ക് ഫുള്ള് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും കൂടെ ചെയ്താൽ നമ്മുടെ പരിപാടി ഏകദേശം തീർന്നു കേട്ടോ. നമ്മുടെ ഡോറിമോൻ ഏകദേശം കംപ്ലീറ്റ് ആയി ആ ഒരു സംഭവം കൊണ്ട് ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കൈക്കും കാലിനും ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചെറിയൊരു എന്താ പറയുക, നീട്ടത്തിൻ്റെ കാര്യത്തിലും കുറച്ച് തടിയുടെ കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇല്ലാന്ന് വിചാരിച്ചും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളത് മൊത്തം അങ്ങ് ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മുടെ അപ്പോൾ ഡോറിമോൻ നമ്മൾ കംപ്ലീറ്റ് ആയി. എങ്ങനെയുണ്ട്, കിഡിലല്ലേ? നിങ്ങൾ നോക്കി, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇതുപോലുള്ള കിഡിലും വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുള്ളൂ. അപ്പോൾ അടുത്തൊരു ദിവസം വേറെ കിഡിലും വീഡിയോ ആയിട്ട് കാണും വരെ ഇറ്റ്സ് മീ ഡിനിറ്റ് പി നോബിൾ. ടാറ്റാ, ബൈ.